അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. ഈ ടാസ്കിൽ അനിമോളുടെ പ്രകടനമായിരുന്നു മികച്ചത്. അനിമോളാണ് ഈ ടാസ്ക് തൂക്കിയിരിക്കുന്നത്. കാരണം മികച്ച പ്രകടനമാണ് അനിമോൾ നടത്തിയത്. ഏറ്റവും മോശപ്പെട്ട പ്രകടനം നടത്തിയത് ആദിലയാണ്. അതിൽ ഏകദേശം 18 മിനിറ്റോളം എടുത്തു ഈ ടാസ്ക് പൂർത്തീകരിക്കാൻ. ഒരു കമ്പിയല്ല, ഇങ്ങനെ ആരോപണക്രമത്തിൽ ഇങ്ങനെ ഒരു ഷേപ്പ് അടിസ്ഥാനത്തിൽ കമ്പുകൾ കുത്തി തീർത്തുക എന്നുള്ളതാണ്. മഞ്ഞ വരയും ഒക്കെ ഇതിൻ്റെ നടുക്കുണ്ട്. അതെല്ലാം സെൻറ്ററൊക്കെ നല്ല കൃത്യമായിരിക്കണം. ബിഗ് ബോസ് തന്നെയാണ് ഇത് വിജയം നിശ്ചയിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും വലിയ ക്യാപ്റ്റന്മാർ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ആകെപ്പാടെ കുളവായേനെ. ഏതായാലും ഇതിൽ 9 മിനിറ്റ് കൊണ്ട് അനിമോൾ ഇത് പൂർത്തീകരിച്ചു. 9 സെക്കൻഡുകളുടെ വ്യത്യാസം കൊണ്ടാണ് അക്ബർ രണ്ടാമതായി മാറി. അങ്ങനെ അനിമോൾക്ക് 8 പോയിൻറ്റും അക്ബർക്ക് 7 പോയിൻറ്റുമാണ് കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നുന്നു അനീഷുണ്ട്. അനീഷ് 3-ാം സ്ഥാനത്ത് വന്നു. പിന്നെ ആര്യനുമൊക്കെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. നെവിനെ, ആര്യനെ, ഫാബുമോനാണ് നിരാശ നൽകുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫാബുമോനെ പറ്റി ഈ ടാസ്കിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ഫാബുമോൻ. പക്ഷേ ഫാബുമോൻ വളരെ നിരാശ നൽകുന്ന പ്രകടനമാണ് എല്ലാ ടാസ്കിലും കാഴ്ചവെക്കുന്നത്. ഇവിടെയും 2-3 പോയിൻ്റ് അങ്ങോട്ട് കിട്ടാൻ പറ്റുള്ളൂ. ലാസ്റ്റ് സ്ഥാനക്കാരിൽ ഒരാളായിട്ട് ഫാബുമോൻ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫാബുമോനും ആദിലയുമാണ് ലാസ്റ്റ് സ്ഥാനത്തിന് അർഹര്. അവർ തന്നെയാണ് പോയിൻ്റ് നിലയിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്. ഇപ്പോഴും നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂറയ്ക്ക് ഈ പ്രാവശ്യവും 4 പോയിൻ്റ് അങ്ങോട്ട് നേടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നൂറയുടെ പോയിൻ്റ് ഏകദേശം 40-ന് മുകളിലേക്ക് മാറുന്നു. ആര്യനങ്ങണ്ട് 5 പോയിൻ്റ് അങ്ങോട്ട് നേടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ആ പോയിൻ്റ് നിലവാരമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും നൂറ തന്നെ 1-ാം സ്ഥാനം. ടോട്ടൽ പോയിൻ്റ് നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ നൂറ തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആര്യൻ 2-മതും. നെവിനും ഇപ്പോൾ അനിമോളും കട്ടയ്ക്ക് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നെവിനാണ് ഇപ്പം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നെവിന് നമ്മുടെ അനിമോളും അനീഷുമൊക്കെ തൊട്ടു പുറകെ തന്നെ ഉണ്ട്. ആർക്കും എന്ത് സംഭവിക്കാം അല്ലേ? ഇനിയിപ്പോൾ നാളെയും കൂടെ ടാസ്ക് ഉണ്ടോ അതോ ഇന്നുകൊണ്ട് തീരുമാനമോ എന്ന് നമുക്കറിയില്ല. ഇത് നീണ്ടു നിൽക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഏതായാലും കാത്തിരിക്കാം. അപ്പം ഇന്നത്തെ ടാസ്ക് അവസാനിച്ചു. ഇനി അവർക്ക് ടാസ്കെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് കലാപരിപാടി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി എന്നുള്ളതാണ്. അതിനി എന്താണ് ഇന്നലത്തെ അടി പോലെ തന്നെ ഇന്നും അടി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരിക്കാം. ഏതായാലും 2 തങ്കമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്ന്. നേരത്തെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആര്യൻ, നെവിൻ, അക്ബർ. അതിൻ്റെ ഇടയിലാണ് അനിമോള്, നമ്മുടെ ആദില, നൂറ. സ്ത്രീകളുടെ ഗ്രൂപ്പും പുരുഷന്മാരുടെ ഗ്രൂപ്പും 2 പേരും കട്ടക്കി ഇരിക്കുന്നുണ്ട്. ഏത് കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒന്നും പെടാതെ നമ്മുടെ ഫാബുമോനും അനീഷും നിൽപ്പുണ്ട്. പക്ഷേ ഇവർക്ക് കൂറ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനിമോളുടെ പക്ഷത്തോടാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്കറിയാം ഈ പുതിയ ക്യാപ്റ്റന്മാരുടെ ഇന്ന് ആകപ്പാടെ പ്രശ്നങ്ങളാണ്. ഇപ്പം ഫാബുമോനും നെവിനുമായിട്ട് ഓൾറെഡി ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആര്യനും അനീഷുമായിട്ട് അത്രമേൽ കണ്ടുകൂടാ. പിന്നെ അനീഷ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കാര്യമുണ്ട്. പക്ഷേ ഈ ജയിൽ ടാസ്കൊക്കെ വരുമ്പോൾ നിശ്ചയമായിട്ടും ഈ പ്രാവശ്യം ഈ ക്യാപ്റ്റന്മാർ തന്നെ ജയിലിൽ പോകാനുള്ള സാധ്യത കൂടുതൽ എനിക്ക് തോന്നുന്നു നെവിനും ആര്യനും ഒക്കെ തന്നെയാണ്. കാത്തിരിക്കാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.